ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാനിന്നൊരു ആലു പറാത്തയുടെ റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഫില്ലിങ്സ് ഒന്നും ഒട്ടും പുറത്ത് വരാതെ തന്നെ നല്ല സ്റ്റഫ് പൊട്ടറ്റോ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. നല്ല സോഫ്റ്റും വേറെ അഡീഷണൽ കറികളൊന്നും വേണ്ട ഇല്ലാതെ തന്നെ നമുക്കിത് കഴിക്കാവുന്നതാണ്. അത്ര ടേസ്റ്റിയാണിത്. എൻ്റെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് കൂടെ തരിക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ആ ബെൽ ബട്ടണൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനും വരുന്നതാണ്. അതിനായിട്ട് 2 കപ്പ് ആട്ടമാവാണ് എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ള അളവനുസരിച്ച് എടുത്താൽ മതി, പ്രത്യേക അളവൊന്നുമില്ല. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇത് ഞാൻ പച്ചവെള്ളമാണ് ഒഴിച്ച് ഇത് കുഴച്ചെടുക്കുന്നത്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ, അതേപോലെ സോഫ്റ്റായിട്ട്, ഹാർഡാവരുത്, സോഫ്റ്റായിട്ട് ഏകദേശം 1 മിനിറ്റിന് പുറത്ത് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് കുഴച്ചെടുക്കാനായിട്ട്. അല്പച്ചയായിട്ട് വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ചപ്പാത്തിയുടെ അതേ പരുവം തന്നെയാണിത് മാവ്. പിന്നെ അതിന് മുകളിൽ അല്പം എണ്ണ, ഇത് ഡ്രൈ ആവായി പോവാതിരിക്കാനാണ്, എണ്ണയും കൂടെ തടവിയിട്ട് ഒരു അടപ്പ് വെച്ച് അടച്ച് നമുക്കത് ഒരു 20 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ആ സമയത്ത് ഇത് 450 ഗ്രാമോളം വരും ഉരുളക്കിഴങ്ങ്. അത് 2 വിസിൽ വരുന്നവരെ കുക്കറിൽ വേവിച്ചെടുത്താണ്. നിങ്ങൾക്ക് സ്റ്റീം ചെയ്തെടുത്താലും മതി. ഇതിൻ്റെ തൊലി കളഞ്ഞെടുത്തുകൊണ്ട് വരാം. എന്നിട്ട് ഇത് ഫോർക്ക് വെച്ചൊന്ന് ഉടച്ചെടുക്കുക. നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കണം, കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ. ഇത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു സവാള ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഒരു പാൻ വെച്ച് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. പൊട്ടി വന്നാലൂടെ അതിലേക്ക് ചെറുതായി ചോപ്പ് ചെയ്ത് 2 സവാള എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 1 മതി. ചെറുതായി ചോപ്പ് ചെയ്യണം. അതുകൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചവെള്ളത്തോടെ ചോപ്പ് ചെയ്തതാണ്. അതൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഞാനിത് സ്കിപ്പ് ചെയ്താണ് കാണിക്കുന്നത്, വീഡിയോയുടെ ലെങ്ത് പോകുമെന്ന് വിചാരിച്ച്. പിന്നെ അത് കറിവേപ്പിലയും കൂടെ ചെറുതായി നുറുക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഗരം മസാല 1.5 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ വേറെ മസാലയൊന്നും ചേർക്കുന്നില്ല. എരിവിന് ആ പച്ചമുളകിൻ്റെ എരി മാത്രമേ ഇതിലുള്ളൂ. ഒന്ന് വഴറ്റിയിട്ട് നമുക്കിത് സ്മാഷ് ചെയ്ത് വെച്ച പൊട്ടറ്റോയിൽ ഉരുളക്കിഴങ്ങിൽ ചേർത്ത് കൊടുക്കാം. ഇത് കസൂരി മേത്തിയാണ്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാനത് ഞെരടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ചേർക്കണമെന്നില്ല. ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇത് മല്ലിയില ചോപ്പ് ചെയ്തതാണ്. അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അതിലേക്ക് ആവശ്യത്തിന് അല്പം ഉപ്പ് കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ആ സമയത്ത് നമ്മൾ ആ ചപ്പാത്തി മാവ് 20 മിനിറ്റൊക്കെ കഴിഞ്ഞ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ആലു പറാത്തയുടെ മാവ് നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന കണക്ക് ഒരു ഉരുളയാക്കി എടുക്കുക. അതിൽ നിന്ന് അല്പം കൂടെ വലുപ്പത്തിനാണ് എടുത്തിരിക്കുന്നത് ചപ്പാത്തിക്ക് എടുക്കുന്നതിന്. അത് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഇത് നീളത്തിൽ വേണം നമുക്ക് പരത്തിയെടുക്കാനുള്ളത്. എന്നിട്ട് നടുക്ക് ഇതേപോലെ പിടിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒന്ന് കൈ വെച്ച് പ്രസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഒട്ടി വരും. എന്നിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച് ഉരുളക്കിഴങ്ങിൻ്റെ ഫില്ലിങ് നടുക്ക് വെച്ച് കൊടുത്ത് ഇതേപോലെ ഒന്ന് അടച്ച് ഒന്ന് സൈഡൊന്ന് ഒട്ടിച്ചെടുക്കുക. ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അല്പം മാവ് തൂവി നമുക്കിത് ഒന്ന് പരത്തിയെടുക്കാം. ബലം പ്രയോഗിച്ചൊന്നും പരത്തണ്ട, സോഫ്റ്റായിട്ട് ഇതേപോലെ ഒന്ന് പരത്തിയെടുത്താൽ മതി. നമ്മൾ വേറെ രീതിയിൽ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ ഫില്ലിങ്സ് മൊത്തം പുറത്ത് വരും. ഇത് ഒട്ടും ഫില്ലിങ്സ് ഒന്നും പുറത്ത് വരത്തില്ല. പിന്നെ അകത്ത് എല്ലാ ഭാഗത്തും എത്തുകയും ചെയ്യും. കണ്ടില്ലേ, ഒട്ടും പുറത്തൊന്നും വന്നിട്ടില്ല. ഇതേപോലെ നമുക്കൊന്നുകൂടെ ചെയ്തെടുക്കാം. കാണിച്ചു തരാം. ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് ഫില്ലിങ് വെച്ച് കൊടുത്ത്
സൈഡൊന്ന് ഒട്ടിച്ചു കൊടുത്ത് പയ്യെ ഒന്ന് മാവ് തൂവി ഒന്ന് പരത്തിയെടുത്താൽ മതി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സ്കിപ്പ് ചെയ്യാതെ കണ്ട് എനിക്ക് സപ്പോർട്ട് കൂടെ തരിക. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും വീഡിയോ ഇടാനും എല്ലാം ഒരു പ്രചോദനം. നിങ്ങളെ സപ്പോർട്ട് ഒന്നും കൊണ്ട് മാത്രമാണ്. ഇത് കണ്ടില്ലേ, ഒട്ടും ഫില്ലിംഗ് ഒന്നും പുറത്ത് വന്നിട്ടില്ല. നമുക്ക് ഇനി ഇത് ഒരു പാൻ വെച്ച് ഇത് ചുട്ടെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ചുട്ടെടുക്കാനുള്ളത്. ഒരു 30 സെക്കൻഡ് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അല്പം ഓയിലൊന്ന് ബ്രഷ് ചെയ്ത്, ഞാൻ ഓയിലും വെളിച്ചെണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്ത ഓയിലാണ് ഞാൻ ഇത് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള വെളിച്ചെണ്ണ ആണെങ്കിലും നെയ്യാണെങ്കിലും ഏതായാലും അത് മാത്രമാണെങ്കിലും കുഴപ്പമില്ല. 2 സൈഡ് ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഓയിൽ കണ്ട നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. നല്ല സോഫ്റ്റ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ആലു പറാത്തയാണിത്. വേറെ കറികളൊന്നും വേണ്ട, അഡീഷണൽ കറികളൊന്നും ഇല്ലാതെ തന്നെ ഇത് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്, സോഫ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ ഇതേപോലെ ചുട്ടെടുക്കാം. കറി ഉണ്ടാക്കി സമയമൊന്നും കളയണ്ട. അതേപോലെ എല്ലാം നമുക്ക് ചുട്ടെടുക്കാം. ചുട്ടെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. കണ്ടില്ലേ, ഫില്ലിങ് എല്ലാ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഇതുപോലെ നല്ല സോഫ്റ്റാണ്. കണ്ടില്ലേ, ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് എല്ലാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. Bye.